ഓരോ ദിവസം പുതിയ അറിവുകൾ കിട്ടുമ്പോൾ എൻ്റെ ഉള്ളിൽ ഓരോ പുതിയ അച്ഛനുണ്ടാകുന്നു. ചിലർക്കങ്ങേര് കണ്ണിച്ചോരയില്ലാത്തൊരു കച്ചവടക്കാരനായിരുന്നു. പണവും സ്ഥാനവും കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാൾ. രണ്ട് കൊടുക്കാനും കൊള്ളാനുമുള്ള തൻ്റെ ഇടം. വേറെ ചിലർക്ക് അങ്ങേര് ദൈവമായിരുന്നു. മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കണ്ടാൽ പെട്ടെന്ന് ഉള്ളലിയും കയ്യിലുള്ളതൊക്കെ വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. കുറേയൊക്കെ കെട്ടുകഥകളാകാം, കുറേ നേരം. എൻ്റെ അമ്മയെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല ജയ. ഒന്നും പറയുന്നില്ല, എത്ര നിർബന്ധിച്ചിട്ടും. കഴിഞ്ഞു പോയതൊക്കെ അവരെ അത്രയ്ക്ക് ഉലച്ചു കാണും. എന്നാൽ അതൊക്കെ എന്നോട് പറഞ്ഞാലെന്താ? എടാ, നിന്റെ അമ്മ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ വീറും ഭാഷയും അവരെ പേടിപ്പിക്കുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ നീ മാത്രമേ ഉള്ളൂ. എന്ത് തന്നെ ആയാലും ഞാൻ വിട്ടുകൊടുക്കാൻ പോണില്ല. എനിക്കെല്ലാം അറിയണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണം. ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ടാകുക വലിയ കാര്യമാണ്. പക്ഷെ എല്ലാത്തിനും കൃത്യമായ ഉത്തരം കിട്ടണമെന്ന് ശാഠ്യം പിടിക്കരുത്. അതൊരു നീണ്ട അന്വേഷണമാണ്. ഞാൻ അതിന് തയ്യാറാണ് ജയ, എന്തിനും തയ്യാറാണ്. ഒരു കുട്ടിയുടെ കണ്ണിലൂടെ മാത്രമേ എനിക്ക് അച്ഛനെ കാണാൻ കഴിയുന്നുള്ളൂ. ദൂരെ ഏതോ കോണിൽ ഒരു നക്ഷത്രമായി എൻ്റെ അച്ഛൻ. ചേട്ടാ, ഒന്ന് വന്നേ. ഞാനോ? അതെ, ഒന്ന് വന്നേ. മനസ്സിലായോ എന്നെ? ഓർത്തു നോക്ക്. ഇല്ലല്ലോ. പണ്ട് പട്ടാളത്തിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരാൾക്ക് മറക്കാതെ റം കൊണ്ട് കൊടുത്തിരുന്നില്ലേ? പട്ടാളക്കുതിരയ്ക്ക് കൊടുക്കുന്ന റം, സ്ട്രോങ് മാൻസ് ഡ്രിങ്ക്. കീഴേപ്പറമ്പിൽ ശേഖരനാരുടെ മോനെ അത്ര പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഓ, ശേഖരന്റെ മോനാണോ? അയ്യോ, എനിക്ക് മനസ്സിലായില്ല മോനെ. ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്തിനാ? ഒരു കാര്യം ചോദിച്ചാൽ നേര് പറയണം. അന്ന് ആ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നില്ലേ? എന്ന് എന്താ മോനി പറയണേ? 10-12 കൊല്ലം മുമ്പത്തെ പള്ളിയറക്കാവിലെ ഒരു ആറാട്ട് ഓർമ്മയുണ്ടോ? സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയില്ല മോനെ. മോൻ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ശേഖരൻ എനിക്കൊരു അനിയനെ പോലായിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് കണ്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാനതൊരിക്കലും മറക്കില്ല. ആരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലെന്നറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാ മോനെ. ശേഖരൻ്റെ കൂടെ ചീട്ട് കളിക്കാൻ മാത്രമേ ഞാൻ കൂടാറുണ്ടായിരുന്നുള്ളൂ. വേറൊന്നും ഞാൻ തിരക്കാറില്ല. എന്നും സ്വന്തം പെട്ടി വെച്ച് കളിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ശേഖരൻ. പിന്നെ അങ്ങ് വടക്ക് എന്തൊക്കെ ഇടപാടുകൾ നിന്റെ അച്ഛനുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിടപാട്? അതിപ്പോ കച്ചവടമല്ലേ മോനെ. പങ്കുകാരും സഹായികളും ശത്രുക്കളും ഒക്കെ ഉണ്ടാവും. ഇത്തിരി കാശുണ്ടാവുമ്പോൾ അസൂയക്കാരും കൂടും. ആ തേങ്ങാക്കാരൻ മാധവനെ ഇതേവരെ കണ്ടില്ല. മോൻ അമ്പലപ്പറമ്പിലേക്കാണെങ്കിൽ ഒന്ന് അയാളെ അവിടം വരെ പോയി നോക്കായിരുന്നു.
എന്നെ കൊണ്ടുപോയാ ഇപ്പൊ തന്നെ പറ്റു കൂടുതലാന്ന് അയാൾ പറയണേ. ശരിയായിരിക്കും. തെങ്ങുള്ളത് പാദ്യം കേടുപിടിച്ചു കഴിഞ്ഞു. തേങ്ങയും കുറവാ. അച്ഛനുള്ളപ്പോ വളമിടലും മോട്ടോർ വെച്ച് നനയ്ക്കലും ഒക്കെ കണിശായിരുന്നു. ആ, കിട്ടുന്നത് കിട്ടിയാ മതി. ഞാൻ കൂട്ടിയാ ഇനി ഒന്നും കൂടില്ല. നാളെയെങ്കിലും ഫീസ് അടച്ചില്ലെങ്കിൽ കടം ചോദിക്കാൻ തന്നെ നാണമായിരിക്കുന്നു. പിന്നെ കീഴേപ്പറമ്പിൽ ശേഖരനാരുടെ മോനല്ലേ, എന്താ ഇവിടെ ഒരു കുറവ്? ഹലോ ഹലോ, അതെ അതെ അതെ, ഒന്നും പറയണ്ടെന്റെ കറിയാച്ച. ഇതൊക്കെ നമ്മുടെ യൂണിയൻകാരുടെ കളിയല്ലേ. അവരുടെ കയ്യിലാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ. കണ്ണൊന്ന് തെറ്റിയ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാവും. സമരവും കുട്ടീശ്വരവും പ്രശ്നങ്ങളാ. ഉദ്ദേശ സമയത്ത് ലോഡെത്തിക്കാൻ പറ്റണില്ല. എന്ത് ചെയ്യാനാ? ഈ ലൈനൊന്ന് മാറ്റാന്ന് വെച്ചാ അപ്പച്ചനോട്ട് സമ്മതിക്കണമില്ല. ആന്ന് ആ, ആയിക്കോട്ടെ. ആ ശരി, വിളിക്കാം. ഓക്കെ. ആ, ശേഖരനാരുടെ മോനാ. എന്താ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ? ആ പഴയ ഇടപാടുകളൊക്കെ തീർത്താല് വലിയ സഹായമാവുമായിരുന്നു. പഴയ ഇടപാടുകളോ? എന്തിടപാട്? ആരുമായിട്ടുള്ള ഇടപാട്? അല്ല, മുഴുവൻ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും. ദേ, വല്ലവും പറയാനുണ്ടെങ്കിൽ വീട്ടിൽ അപ്പച്ചനുണ്ട്, അങ്ങോട്ടില്ലേ. അങ്ങേരും തന്റെ അച്ഛനുമായിട്ട് വല്ല ഇടപാടുകളും ഉണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ കാര്യം. എന്നെ ഇതിലൊന്ന് വലിച്ചഴിക്കരുത്. എനിക്കതിനുള്ള നേരമില്ല. ഹലോ ഹലോ, ഹലോ 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 ഹലോ, നിന്നിട്ട് കാര്യമില്ല. ഒന്നിൽ അപ്പച്ചനെ കാണാൻ നോക്ക്. ഹലോ ഹലോ, അല്ലേ താൻ പോയി കേസ് കൊടുക്ക്. നമുക്ക് കോടതി കാണാം. ഹലോ 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 ഹലോ, അരെ ഏത്തപ്പഴം. ഹലോ, ഇത് റോങ് നമ്പർ ആണ് മിസ്റ്റർ. താനാ ഫോണും താഴെ വെക്കാവോ? താമക്കണോ? ഹലോ 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 ഹലോ, എടാ പറീസേ, ഉത്തപ്പാ, എടാ പൗലോസാ, ദീപം 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 ദീപം. അന്വേഷിച്ചു എന്നറിഞ്ഞു. ആ, അന്വേഷിച്ചു. വായിരിക്കെ.
എന്താ മുഖം വല്ലാതെ? ഏയ് ഒന്നുമില്ല. ക്ലാസ്സിലൊന്നും പോകുന്നില്ല എന്ന് കേട്ടു. ആരോടായി വാശിയും പകയൊക്കെ? എനിക്ക് അറിഞ്ഞൂടാ മാഷേ. സൂക്ഷിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഇത് പഠിക്കേണ്ട പ്രായ. മനസ്സ് വേറെ വഴിക്ക് പോവാതെ നോക്കണം. മോളെ, പൈസ ഇതാ ഫീസ് അടച്ചോളൂ. അല്ല മാഷേ, അത് വേണ്ട മാഷേ. വാങ്ങിക്കോളൂ. ഇപ്പൊ തന്നെ കുറെ വൈകിയില്ലേ? വാങ്ങിക്കോളൂ, വാങ്ങിക്കോളൂ അപ്പു. അവന്റെ ചിന്തകൾ എപ്പോഴും അച്ഛനെ കുറിച്ചാ. അവൻ എല്ലാം അറിയണം മോനെ. എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയമ്മേ, കാര്യമൊന്നുമില്ല. എല്ലാം അറിഞ്ഞു നോക്കുമെന്ന് വാശിയാ. അതെങ്ങനെയാ? വാശിക്ക് കുറവൊന്നും ഉണ്ടാവില്ല. അച്ഛനും മോശക്കാരനായിരുന്നില്ലല്ലോ. ആ, നീ എവിടായിരുന്നു? വായനശാല വരെ പോയിരുന്നു. നീ പുറത്തോട്ട് വരുന്നോ? ഇല്ല ജയ, ഞാനില്ല. എന്തു പറ്റി? ഒന്നുമില്ല, ഞാനില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വരട്ടെ അമ്മേ, പിന്നെ കാണാം. ആ. മോനെ, നിനക്ക് എന്തു പറ്റി? പഴയ പ്രതാപത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ബാക്കി വന്ന വിഴുപ്പുകെട്ട് ചുമക്കാൻ ഞാൻ, പഴയ നേട്ടങ്ങളുടെ പുറകെ വന്ന പരാജയങ്ങളുടെ ഭാരം താങ്ങാനും ഇനി ബാക്കിയുണ്ട് എൻ്റെ ജന്മം. അങ്ങനൊന്നും പറയരുത് മോനെ. ആയ കാലത്ത് ഈ മുറ്റത്ത് നിറയെ ആളും തിരക്കുമായിരുന്നു. ഇപ്പൊ ആട്ടോ അനക്കോ ഇല്ല, അത്രേ ഉള്ളൂ. മനുഷ്യന്റെ കാര്യം എന്ന് വിചാരിച്ചാ മതി. ഇരുട്ടിൽ തപ്പുമ്പോൾ കൈപിടിച്ച് കയറ്റാൻ സ്വന്തക്കാരാരുമില്ല. പിന്നെ അന്യരുണ്ട്. തേർവാഴ്ച നടത്തിയ കുറെ അമ്മാവന്മാരുണ്ടല്ലോ. വേണ്ട കുട്ടി, അത് മാത്രം വയ്യ. പടിയടച്ച് പിണ്ണം വെച്ചതാ ഒരിക്കല്. നിന്റെ അച്ഛൻ ആശുപത്രി കിടന്നപ്പോ കൂടി അവിടുന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കയ്യും പിടിച്ചിറങ്ങുമ്പോ കുടുംബവും തറവാട്ട് മഹിമയും ഒന്നും ഞാൻ നോക്കിയില്ല. പുറം ലോകം കാണാത്ത ഒരു 20കാരിക്ക് അന്നത്രേ കാഴ്ചശക്തി ഉണ്ടായിരുന്നുള്ളൂ. എത്രയായാലും ഒന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്നെ പോറ്റാൻ കഴിയുന്നു. ശങ്കരേട്ടൻ ഒരുപാട് സങ്കടം പറഞ്ഞു. ഭാഗത്തിന് വല്യമ്മ സമ്മതിക്കണില്ല അത്രേ. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർക്ക് പറയാൻ വേറെ ആരും ഇല്ലാഞ്ഞിട്ടാ. നിന്റെ തറവാട്ടിലെ ഭാഗം നടത്തി കൊടുക്കേണ്ടത് എന്റെ ചുമതലയായോ? മാധവിയമ്മയുടെ മകനെ ഇപ്പച്ചിലൊക്കെ ആവശ്യമുണ്ട് അല്ലേ? അവിടെ ഭാഗം നടക്കും, അധികം താമസിയാതെ തന്നെ. ആ പുരയും ചുറ്റുമുള്ള വസ്തുവും ശങ്കരൻ നായരുടെ താവഴിക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് വേണം ഒരു ദിവസം അവിടെ കയറി ചെല്ലാൻ. കാരണവരുടെ ചാരികസരയില് പാളവിശ്രയും വീശി ഒരു ദിവസം ഞാൻ അങ്ങനെ കിടക്കും. പണിക്കാരി മാധവമ്മയുടെ മകൻ ശേഖരൻകുട്ടി. ഞാൻ ആ തറവാടിന് വില പറയാൻ പോവാ. പിന്നെ കുറെ നാളത്തേക്ക് അത് തന്നെയായിരുന്നു അങ്ങേരുടെ മനസ്സിൽ. ആ തറവാട് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന വാശി എന്നെ. അത് ശരിയാവുന്ന നില വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. ഈ വഴി കൂടി പോയപ്പോ ഒന്ന് കയറാൻ തോന്നി. സുഹൃത്തുക്കുട്ടിയെ ഒന്ന് കാണാമല്ലോ. ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയണില്ല. സുഹൃത്തുക്കുട്ടി, നിനക്കെന്നോട് ഇപ്പോഴും വേണ്ട, കാണാമെന്നതല്ലേ, കണ്ടില്ലേ, പൊയ്ക്കോളൂ.
സുഗതകുട്ടി, എത്രയായാലും ഞാൻ നിന്റെ... എനിക്ക് കേക്കണ്ട. ഞാൻ പലതവണ പറഞ്ഞതാ, എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നതേ അറപ്പാ. നീ എന്നോട് ഇങ്ങനെ പെരുമാറരുത് സുഗതകുട്ടി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സുഗതകുട്ടി, പോയൊരു പോയി, എത്ര കൊല്ലായി. ഇനിയെങ്കിലും നിനക്ക് എന്നോട് ഇത്തിരി അലിവ് കാട്ടിക്കൂടെ? അലിവോ? നിങ്ങളോടോ? ഞാൻ അലിവ് കാട്ടായിരുന്നു നിങ്ങളൊരാണായിരുന്നെങ്കിൽ. ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാനൊന്നുമില്ലാത്തവനായി പോയില്ലേ? ഞാനിപ്പോ നിനക്ക് ആരാ അല്ലേ? എന്നാലും പഴയതൊന്നും മറക്കരുത് സുമതിക്കുട്ടി. പഴയത് കുറെയൊക്കെ എനിക്ക് മറക്കാൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. പൊയ്ക്കോളൂ, പോകാൻ. ഞാൻ പോകാം. സുമതിക്കുട്ടി, ഒരു 10 രൂപ തരുമോ? എന്തിനാ? ചാരായം കുടിക്കാനാ? ഇപ്പൊ തന്നെ കാല് നേരെ നിൽക്കണില്ലല്ലോ. ഇങ്ങനെ ഞാൻ കുടിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് നിനക്ക് തന്നെ അറിയാം. ഇനിയിപ്പോ അതെന്നെ കൊണ്ട് നിർത്താനാവില്ല. പത്തില്ലെങ്കിൽ ഒരു 5 എന്താ സുഹൃത്തുക്കുട്ടി? ഇങ്ങനെയുള്ള ഈ പൊറുതി വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയേണ്ടി വരുമ്പോൾ, ആളുകളുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ വിഷമം തോന്നാറില്ലേ? ആദ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ ബന്ധത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. ഓർത്തു നോക്കുമ്പോ കിട്ടുന്ന പേരുകളൊക്കെ ചീത്ത തന്നെ. പിന്നെ പതുക്കെ പതുക്കെ എല്ലാം പരിചയമായപ്പോ, എന്നോടുള്ള അടുപ്പം മനസ്സിലായപ്പോ ഞാൻ എല്ലാം മറന്നു. ഇനി ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഏയ് ഇല്ല. ഇത്രയും കാലം നീണ്ടുപോകുമെന്ന് കരുതിയില്ല അല്ലേ? അങ്ങനൊന്നുമില്ല. എനിക്ക് ഈ 2 ബന്ധങ്ങളും 2 തന്നെയാ. ഓർത്തു നോക്കുമ്പോ ഇതൊരു വല്ലാത്ത ഒത്തുചേരൽ തന്നെയാ. വേറൊരു മോഹവും എന്നെങ്ങനെ അലട്ടിയിട്ടില്ല. നിന്നെ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. എന്നെ മറക്കൂ. എനിക്കത് മാത്രം മതി. എനിക്ക് ഓർമ്മയുണ്ട്, കോലോത്തെ തമ്പുരാക്കന്മാരും നമ്പൂരിമാരും സംബന്ധക്കാരായിരുന്നു തറവാട്ടില്. പണിക്കാരി മാധവമ്മയുടെ മോൻ കയറുന്നത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. നിന്റെ അച്ഛനാണെങ്കിൽ അതിലേറെ വാശിക്കാരനായിരുന്നു. 4 കെട്ടും തെങ്ങും തോപ്പും ഒന്നും ഇല്ലെങ്കിലും നിന്റെ അമ്മയെ പോറ്റാനുള്ള കരുത്തുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽക്കുള്ള അടുപ്പം വലുതായപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയിരുന്നില്ല.
ഞാനും പലവട്ടം ഉപദേശിക്കാറുണ്ടായിരുന്നു. കുറേ ദിവസം അവർ നിന്റെ അമ്മയെ അടച്ചു പൂട്ടിയിട്ടു. പിന്നൊരു ദിവസം പുറത്ത് ചാടിയപ്പോ നേരെ നിന്റെ അച്ഛൻ്റെ കൈകളിലാണ് ചെന്ന് വീണത്. എന്തായാലും നിന്റെ അച്ഛന് മാലതിയെ ജീവനായിരുന്നു. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി അന്ന് രാത്രി വീട്ടിൽ വന്നു കയറിയത് മേലാകെ ചോരയോടെയാണ്. അങ്ങനെ ഓർക്കാപ്പുറത്ത് വീണ ചോരക്കറയോടെയാണ് അവർ ജീവിതം ആരംഭിച്ചത്. ഇനിയിപ്പോ ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. എല്ലാം വിധി.